തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. മറ്റന്നാളാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനത്തിൽ റോഡ് ഷോകളും പൊതുസമ്മേളനങ്ങളും വോട്ടർമാരെ നേരിട്ട് കണ്ടും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ഉണ്ട്. ആന്റണി, ഇനി തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തീർച്ചയായും വളരെ വാശിയേറിയ ഒരു പ്രചാരണ കാലം കഴിഞ്ഞ് മറ്റന്നാൾ തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നിരവധി തവണ ഈ പ്രചാരണത്തിനായി തമിഴ്നാട്ടിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. അവിടെ NDAയും അത് BJP നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ BJPയോടൊപ്പം AIDMKയും അതുപോലെ തന്നെ മറുവശത്ത് DMK കോൺഗ്രസ് സഖ്യവുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം എന്ന് പറയുന്നത്. അതേസമയം ഇത്തവണ TVK എന്ന പാർട്ടിയുമായി നടൻ വിജയും തമിഴ്നാട്ടിൽ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. DMK ഇത്തവണ ഭരണ തുടർച്ച നേടാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ചെറിയ സീറ്റുകളിലൊക്കെ വ്യത്യാസം വന്നാൽ പോലും ഭരണ തുടർച്ച ഉറപ്പ് എന്നുള്ളത് തന്നെയാണ് DMKയുടെ ഒരു വിശ്വാസം. കാരണം അവർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളടക്കം ഗുണം ചെയ്യും എന്നുള്ളതാണ് DMKയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. മാത്രമല്ല, കേന്ദ്രത്തിനെതിരായി വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ശക്തമായി നിലപാടെടുക്കുന്ന സാഹചര്യമൊക്കെ DMKയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിനെതിരായ വിഷയങ്ങൾ കൂടി പ്രചരണത്തിൽ ആയുധമാക്കിയാണ് DMK ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏതായാലും രാഹുൽ ഗാന്ധി അടക്കം ഉള്ള നേതാക്കൾ DMK സഖ്യത്തിനു വേണ്ടി തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തുന്നതും AIDMKയും BJPയും ഒക്കെ കടന്നാക്രമിക്കുന്നതും നമ്മൾ ഈ പ്രചാരണ കാലത്ത് കണ്ടു. അതുപോലെ തന്നെ AIDMKയും BJPക്കൊപ്പം ഇത്തവണ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ AIDMKയ്ക്ക് വേണ്ടി എത്തുന്ന ഒരു കാഴ്ച, NDA സഖ്യത്തിന് വേണ്ടി അവിടെ എത്തുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു. MK സ്റ്റാലിനെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് ഈ പ്രചാരണ കാലത്ത് ഉണ്ടായത്. ഏതായാലും TVKയും ഇത്തവണ കന്നി അംഗത്തിന് ഇറങ്ങുകയാണ്. വിജയ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അതിനു പുറമെ ഈ TVK മത്സരിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിലും എത്താൻ വിജയ്ക്ക് കഴിയുകയും ചെയ്തു. ഏതായാലും ഇന്നിപ്പോൾ അവസാന ദിവസം എല്ലാവരും തന്നെ ഇത്തരത്തിൽ പരമാവധി വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കേരളത്തിലേതുപോലെ ഈ കൊട്ടിക്കലാശം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് വൈകുന്നേരം MK സ്റ്റാലിൻ വൈകുന്നേരം റോഡ് ഷോ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൂടെ കൊളത്തൂരിലൂടെ ഒരു റോഡ് ഷോ നടത്തുകയാണ് ചെയ്തത്. വിജയ് ഒരു പൊതു സമ്മേളനം അടക്കമുള്ള പരിപാടികളിലാണ് വിജയ് ഇന്ന് പങ്കെടുത്തത്. അതുപോലെ തന്നെ ബാക്കി നേതാക്കളും അത്തരത്തിൽ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടികളിലും റോഡ് ഷോകളിലും ഒക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഏതായാലും 234 മണ്ഡലങ്ങളിലേക്കാണ് തമിഴ്നാട് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാളാണ് വോട്ടെടുപ്പ് നടക്കുക. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അതിനിടയിൽ ചില കള്ളവോട്ട് ആരോപണങ്ങളടക്കം AIDMKക്കെതിരെ ഉയരുന്ന സാഹചര്യമൊക്കെ ഇന്ന് രാവിലെ ഉണ്ടാവുകയും 2 AIDMK പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് തമിഴ്നാട്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.